നമസ്കാരം. ഇയർ മണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. പുതുവർഷത്തിലെ ആദ്യത്തെ എപ്പിസോഡ് കൂടിയാണ് എന്നുള്ള പ്രത്യേകതയുണ്ട്. നിരവധിയായിട്ടുള്ള പുതുവർഷത്തിൽ സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ ഈ വർഷം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അവബോധം നൽകിക്കൊണ്ട് തന്നെയായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയും ചെയ്തിരുന്നത്. എന്തായാലും പുതുവർഷത്തിൽ പുതിയ തീരുമാനങ്ങളൊക്കെ പലരും എടുത്തിട്ടുണ്ടാകും. സമ്പാദ്യവുമായി ബന്ധപ്പെട്ട്, ഒപ്പം തന്നെ നമ്മുടെ ചെലവുകളെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട്. എന്തായാലും പുതുവർഷത്തിൽ നമ്മോടൊപ്പം കെ വി ഷംസുൻ സാറ് ഉണ്ട്. ബർജിൽ ജിയോജിത്ത് ഫൗണ്ടർ ഡയറക്ടറാണ് അദ്ദേഹം. സാർ, ഈ തവണ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് പങ്കുവയ്ക്കാനുള്ളത്? ഒപ്പം തന്നെ നമ്മുടെ മാർക്കറ്റ് ഒരു വലിയ ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പോലും കൂടെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നൊരു സമയം കൂടിയാണല്ലോ. അപ്പോൾ ഈ പുതുവർഷത്തിൻ്റെ ആദ്യ എപ്പിസോഡ് നമുക്ക് എന്ത് ഒരു സമ്മാനമാണ് നൽകാനായിട്ടുള്ളത്? കഴിഞ്ഞ നമ്മുടെ ഒരു എപ്പിസോഡിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടെല്ലാം ആവശ്യപ്പെട്ടത്, നമ്മളെല്ലാം ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട അവസരങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ ജന്മദിനം അല്ലെങ്കിൽ നമ്മളുടെ ഒരു ന്യൂ ഇയർ ഉണ്ടാകുക എന്നുള്ളതൊക്കെ പറയുമ്പോൾ, ആ സന്ദർഭത്തിൽ നമ്മൾ ചില തീരുമാനങ്ങൾ, ഈ വരാൻ പോകുന്ന വർഷം നമ്മൾ ഇത്രയും കാര്യങ്ങൾ നേടിയെടുക്കും, അതിനു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും എന്നുള്ള തീരുമാനങ്ങളൊക്കെ എല്ലാവരും ചെയ്യാറുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ 2026 പ്രവേശിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം, അത് നമ്മൾ തീരുമാനിക്കണം. അതുപോലെ തന്നെ ഇതുവരെ നമ്മൾ സാമ്പത്തിക അച്ചടക്കമില്ലാതെ ഒരു കുത്തഴിഞ്ഞ ജീവിതമാണ് സാമ്പത്തിക മേഖലയിൽ ചെയ്തിരുന്നെങ്കിൽ ഒരു അച്ചടക്കത്തോടു കൂടി ഉള്ളൊരു ജീവിതം നമ്മൾ ആരംഭിക്കണം. മൂന്നാമത്, നിർബന്ധപൂർവം നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നമ്മൾ സമ്പാദിക്കണം. സമ്പാദിച്ചാൽ മാത്രം പോരാ, ആ സമ്പാദിക്കപ്പെട്ട സംഖ്യ ഏറ്റവും നല്ല ആദായം ലഭിക്കുന്ന തരത്തിൽ നിക്ഷേപമാക്കി മാറ്റണം. നമ്മൾ സാധാരണ പറയാറുള്ളത്, നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ പണം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ പണം നിക്ഷേപം നടത്തേണ്ടത് എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. തീർച്ചയായിട്ടും നമ്മുടെ ഓരോ പ്രിയപ്പെട്ട പ്രേക്ഷകരും എല്ലാ വർഷവും ചെയ്യാറുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനം എടുക്കാറുണ്ട്. പലരും അത്തരം തീരുമാനങ്ങൾ എടുത്തു, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ എടുത്തതിൻ്റെ ഫലം കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു എന്നെല്ലാം നമ്മൾ വിളിച്ചു പറയാറുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കണം എന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. മാത്രമല്ല, എല്ലാവർക്കും, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ എല്ലാവിധ ക്ഷേമ ഐശ്വര്യത്തോടും സമാധാനത്തോടും അനുഗ്രഹത്തോടും സാമ്പത്തികമായ വിജയത്തോടും എല്ലാം ഉള്ള എല്ലാ ക്ഷേമൈശ്വര്യങ്ങളും കൂടിയ പുതുവത്സരം ഉണ്ടാവട്ടെ എന്ന് വീണ്ടും ആശംസിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ബർജിലുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാനമായ സംഭവം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ബർജിൽ ജിയോജിത്ത് ഇതുവരെ മറ്റുള്ള അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളുടെ മ്യൂച്വൽ ഫണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നൽകുകയാണ് ചെയ്തിരുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് 2025 സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റീസ് അതോറിറ്റി എന്ന് പറയുന്ന UAE-യിലുള്ള സ്ഥാപനം നമ്മുടെ ഇന്ത്യയിലെ സെബിക്ക് തുല്യമായിട്ടുള്ള സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ പെർമിഷൻ ലഭിച്ചിരുന്നു സ്വന്തമായിട്ട് മ്യൂച്വൽ ഫണ്ട് തുടങ്ങുവാനുള്ളത്. ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ പേര് തന്നെ ബർജിൽ ജിയോജിത്ത് ഫിനാൻഷ്യൽ സർവീസ് എന്ന സ്ഥാപനത്തിന് ബർജിൽ ജിയോജിത്ത് ഇന്ത്യ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് BGIO എന്നുള്ള പേരിൽ ആരംഭിക്കുവാൻ നമുക്ക് പെർമിഷൻ ലഭിച്ചിരിക്കുകയാണ്. ആ പെർമിഷൻ ലഭിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ടിൽ ഡോളർ ഡിനോമിനേഷനിൽ നിക്ഷേപം നടത്തുക, അതിൽ UAE-യിൽ നിവസിക്കുന്ന എല്ലാ നാഷണാലിറ്റീസിലും പെട്ട ആളുകൾക്ക് നിക്ഷേപം നടത്തുവാനുള്ള സുവർണാവസരമാണ് ഇവിടുത്തെ ബഹുമാന്യ സ്ഥാപനമായിട്ടുള്ള സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റീസ് അതോറിറ്റീസ് നൽകിയിട്ടുള്ള പെർമിഷൻ. ജനുവരി 14 അതിൻ്റെ NFO ആരംഭിക്കുന്നത്. ന്യൂ ഫണ്ട് ഓഫർ ആരംഭിക്കുന്നത്
ജനുവരി 14 അന്നു മുതൽ ആളുകൾക്ക് നിക്ഷേപം നടത്തുവാൻ സാധിക്കും. അത് ഫെബ്രുവരി ലാസ്റ്റ് വരെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ അവസരം നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇതിന് ഉണ്ടായിരിക്കേണ്ടത് UAE-യിൽ ഒരു ബാങ്ക് അക്കൗണ്ട് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ആ ബാങ്ക് മുഖേനയാണ് ഡോളറിലുള്ള നിക്ഷേപം നമ്മൾ നടത്തേണ്ടത്. അപ്പോൾ ഇത്രയും സൗകര്യങ്ങൾ ഇല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. മിക്കവാറും ആളുകൾക്കെല്ലാം UAE-യിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും. അങ്ങനെ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്കെല്ലാം തന്നെ നിക്ഷേപം നടത്തുവാൻ അവസരമുണ്ട്. മിനിമം 5000 അതിൽ കൂടുതൽ എത്ര വേണമെങ്കിലും നിക്ഷേപം നടത്തുവാൻ സാധിക്കും. ഇത്രയും ഡീറ്റെയിൽസ് മാത്രമേ ഞാൻ ഇപ്പോൾ നൽകുവാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അടുത്ത ആഴ്ച കൂടുതൽ കാര്യങ്ങൾ സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റീസ് അതോറിറ്റി നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം ജനങ്ങളോട് സംവദിക്കാം എന്നുള്ള പെർമിഷൻ നമുക്ക് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് കൂടുതൽ വിവരങ്ങളെല്ലാം എല്ലാ പ്രേക്ഷകരെയും അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു കാര്യം വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ എല്ലാ പ്രേക്ഷകരും ഇതിൽ നിക്ഷേപിക്കുവാൻ വേണ്ടി ശ്രമം നടത്തുക. അത് മാത്രമേ ഇപ്പോൾ ഞാൻ പറയുന്നുള്ളൂ. നിയമപരമായിട്ട് അത് എന്തെങ്കിലും തരത്തിൽ കൂടുതൽ വിശദീകരണത്തിന് അതെ, അത് പ്രത്യേകമായിട്ട് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ജനങ്ങളുമായിട്ട് പങ്കുവെക്കണം, ഇന്ന കാര്യങ്ങൾ പറയാൻ പാടില്ല, അങ്ങനെയൊക്കെ പല നിബന്ധനകളുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അടുത്ത ആഴ്ച നമുക്ക് കൂടുതൽ വിവരങ്ങൾ നൽകുവാൻ സാധിക്കും. എന്തായാലും ന്യൂ ഇയറിൽ നമുക്ക് ഒരു പുതിയ സാധ്യത കൂടി, അതെ, പുതിയ സാധ്യത തെളിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ്. അത് എന്തായാലും പ്രേക്ഷകർ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടൊരു കാരണം കൂടിയാണ് അതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സാർ, ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു വിവരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ വെനസ്വേലയുമായിട്ടുള്ള യുദ്ധം, ഒപ്പം തന്നെ ഇനിയിപ്പോൾ ഫെഡറൽ റിസർവ് അതിൻ്റെ പലിശ നിരക്ക് പ്രഖ്യാപിക്കാം, അത് ആ കാര്യങ്ങളും ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വെനസ്വേലയിൽ ഒതുങ്ങുന്നതല്ല. മറ്റു പല രാജ്യങ്ങളും എന്തൊക്കെ വെനസ്വേലയെ സംബന്ധിച്ച് US ഗവൺമെൻറ് ആരോപിച്ചോ മറ്റ് പല നാടുകളും അതേ ആരോപണ വിധേയമായിരിക്കുകയാണ്. ഒരു പക്ഷേ അത്തരം നാടുകളിലും ഇതുപോലെയുള്ള നീക്കങ്ങൾ ഒരു പക്ഷേ US ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി തീരുന്ന അവസ്ഥയാണ്. അതേസമയത്ത് മീന റീജിയൻ എന്ന് പറയുന്ന സ്ഥലത്ത് പല സംഘർഷ സാധ്യതകളും ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് US ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ പലയിടത്തും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഒരു സമാധാന അന്തരീക്ഷം ഇല്ലാത്ത ഒരു സാഹചര്യം നമ്മൾ കാണാൻ സാധ്യത ഉണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാഞ്ചാട്ടം തുടരുവാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. അത്തരം സന്ദർഭങ്ങളിൽ മാർക്കറ്റ് വളരെ താഴോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നിക്ഷേപിക്കാനുള്ള അവസരം ലഭിക്കുന്നു. അതേ സമയത്ത് ഏതെങ്കിലും പ്രത്യേക സാഹചര്യം കാരണം മാർക്കറ്റ് അല്ലെങ്കിൽ ചില സ്റ്റോക്കുകളുടെ വില വളരെയധികം ഉയരാനുള്ള സാധ്യതയും ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. നമ്മൾ ഇതിനു മുമ്പ് ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള വാറുണ്ടായ സമയത്തൊക്കെ നമ്മൾ ചിലപ്പോൾ കണ്ടതാണ് മാർക്കറ്റ് കുത്തനെ മുകളിലേക്ക് പോകുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, സ്ക്രീനിൽ കാണാൻ, ഗ്രാമിന് 12,715 എത്തിയിരിക്കുന്നു ഒരു പവൻ സ്വർണത്തിൻ്റെ വില എന്നാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ അതിന് പ്രധാന കാരണം അന്തർദേശീയ തലത്തിലുണ്ടായിട്ടുള്ള ഒരു അസ്ഥിരത, പൊളിറ്റിക്കൽ അൺസർട്ടിനിറ്റി വേണമെങ്കിൽ പറയാം, അത് ഉണ്ടായേക്കും അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷൻ കാണുന്നതിൻ്റെ ഫലമായിട്ടാണ് സ്വർണത്തിൻ്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളിയുടെ വിലയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പലരും ഇപ്പോൾ വാങ്ങിക്കുന്നുണ്ട്. പലരും ഇപ്പോൾ വാങ്ങിക്കുന്നത് ആഭരണം വാങ്ങിക്കുന്നവരുണ്ട്. അതേ സമയത്ത് കോയിനും ബാറും വാങ്ങിക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വെള്ളിയുടെ വിലയും കൂടുന്ന ഒരു സ്ഥിതിവിശേഷം കാണുന്നുണ്ട്. ചിലരെല്ലാം ETF ആയിട്ട് ഗോൾഡിനും ETF
വെള്ളിയിലും നിക്ഷേപം നടത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ നടക്കുമ്പോൾ മാർക്കറ്റ് ഇത്തരത്തിൽ അസ്ഥിരമാകുന്ന സമയത്ത് നമ്മൾ പ്രധാനമായും ഏതെല്ലാം മേഖലകളിൽ ഈ നിക്ഷേപത്തിനുള്ള സാധ്യത കൂടിയാണല്ലോ, സ്വാഭാവികമായിട്ടും മൂല്യം കുറയുന്ന ഒരു സാഹചര്യത്തിൽ നിക്ഷേപത്തിനുള്ളൊരു അവസരമല്ലേ കൂടുതലായിട്ടും? ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു അൺസർട്ടനിറ്റി ലോകത്തുണ്ടായ കാലത്തെല്ലാം നമ്മൾ ഫസ്റ്റ് വേൾഡ് വാർ മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴൊക്കെ അങ്ങനെയുള്ള അന്തരീക്ഷം ലോകത്തുണ്ടായിട്ടുണ്ടോ ആ സമയത്തെല്ലാം സ്വർണത്തിൻ്റെ വില ഉയർന്നിട്ടുണ്ട്. അതിപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ലോകത്ത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും വാറും ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടാവുന്ന സാഹചര്യം എന്നുണ്ടായോ അപ്പോഴെല്ലാം വിലവർദ്ധനവ്, സ്വർണത്തിൻ്റെ കമ്മോഡിറ്റികളുടെ എല്ലാ വിലവർദ്ധനവും ഉണ്ടാകുന്നു. അതുപോലെ തന്നെ വെനിസുലയിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നം കാരണം ക്രൂഡ് ഓയിൽ പ്രൈസിലും ചില മാറ്റങ്ങൾ ഉണ്ടായ എല്ലാ സാധ്യതകളും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വളരെയധികം നമുക്ക് സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചു കൊണ്ടായിരിക്കണം തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുന്ന എല്ലാ സന്ദർഭങ്ങളിലും അവസരങ്ങൾ രണ്ട് അവസരങ്ങൾ വാങ്ങിക്കുവാനും വിൽക്കുവാനുള്ള അവസരങ്ങൾ ഒരേ സമയത്ത് ഉണ്ടാവാറുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ച് പഠിച്ച് മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇതുപോലെ തന്നെ ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് ചിലർക്ക് ജോലി നഷ്ടപ്പെടുന്നു. പല സ്ഥാപനങ്ങളും അവിചാരിതമായിട്ട് ഷാർജയിലുള്ള ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നാളെ മുതൽ വരണ്ട എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. വളരെ പ്രമുഖമായ കമ്പനിയാണ്. അങ്ങനെ ഉള്ള സന്ദർഭങ്ങളെല്ലാം നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാവുന്ന സാഹചര്യങ്ങളും ഉണ്ടായെന്ന് വരും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് എല്ലാ തരത്തിലും അസ്ഥിരമായിട്ടുള്ളൊരു സാഹചര്യം നമ്മൾ കാണുന്നു. അങ്ങനെ കാണുമ്പോൾ നമ്മൾ സൂക്ഷ്മതയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി സാമ്പത്തിക തീരുമാനങ്ങളെല്ലാം എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ പലർക്കും ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് പോകേണ്ടതായി വന്നിട്ടുള്ള സന്ദർഭം നമുക്ക് കോവിഡ് സമയത്ത് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോഴാണ് പലരും ചിന്തിക്കുന്നത് ഇതെല്ലാം നേരത്തെ ചിന്തിച്ചിരുന്നെങ്കിൽ അങ്ങനെ നാട്ടിൽ പോയ സമയത്ത് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല എന്ന് അപ്പോഴാണ് പലരും ചിന്തിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിദേശ നാട്ടിൽ ജീവിക്കുമ്പോൾ നമ്മളൊരു അതിഥിയായിട്ടാണ് ജീവിക്കുന്നത് മറ്റൊരു നാട്ടിൽ. ഏതു സമയത്തും നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ സജ്ജരായിരിക്കണം എന്നുള്ളത് എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്. നമ്മുടെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള കൃത്യമായിട്ടുള്ളൊരു വരുമാനം ലഭിക്കാനുള്ളൊരു മാർഗം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിന് നമ്മൾ നിരന്തരം പറയാറുള്ളതാണ്, നമ്മുടെ വരുമാനത്തിൽ നിന്ന് നിർബന്ധപൂർവം ഒരു 20% മാറ്റിവെക്കുക. ആ മാറ്റിവെച്ച് കഴിഞ്ഞ് ബാക്കി വരുന്ന 80% കൂടി ജീവിക്കാൻ വേണ്ടി ശീലിക്കുക എന്നുള്ള ഒരു ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കി തീർക്കണം. അങ്ങനെ ഉണ്ടാക്കി തീരുകയും ആ 20% നിക്ഷേപം നടത്തുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ സുഖസന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു വരുമാനം നമ്മൾ മാറ്റിവെച്ച സംഖ്യ നടത്തുന്ന നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കും. ഇന്ന് ധാരാളം ആളുകൾ കോവിഡ് സമയത്തും അതിനുശേഷവും നാട്ടിലേക്ക് തിരിച്ചു പോയ പലരും ഉണ്ട്. അങ്ങനെ പോയിട്ടുള്ള പലരും സസന്തോഷം ഇന്ന് ജീവിക്കുന്നത് അവർ മ്യൂച്വൽ ഫണ്ടിലും ഓഹരിയിലും മറ്റും നിക്ഷേപം നടത്തിയത് കൊണ്ടാണ്. ആ നിക്ഷേപം നടത്തിയ ആളുകൾക്ക് അതിൽ നിന്ന് അവരുടെ നിക്ഷേപത്തിൽ നിന്ന് സിസ്റ്റമാറ്റിക് വിഡ്രോവലായിട്ട് നല്ലൊരു സംഖ്യ എടുത്ത് ജീവിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും അങ്ങനെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ ശീലിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഉണ്ടാവില്ല
എന്നുള്ളത് എത്രയോ ആളുകളുടെ അനുഭവത്തിൽ നിന്ന് രണ്ട് തരത്തിലും, രണ്ട് എക്സ്ട്രീമിലുള്ള അനുഭവങ്ങൾ. ഒന്ന്, ആളുകൾ സമ്പാദിച്ചു, അതിൽ നിന്ന് ഒരു വലിയൊരു സമ്പാദ്യം ഉണ്ടാക്കി തീർക്കുവാൻ സാധിച്ചു, അതിൽ നിന്ന് പ്രതിമാസം വരുമാനം എടുത്തുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്ന അവസ്ഥ ഉണ്ടായി. അതൊരു ഭാഗത്തുണ്ടാകുമ്പോൾ മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് യാതൊരു ശ്രദ്ധയും കൂടാതെ ജീവിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ശീലിച്ച ആളുകൾ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നാട്ടിൽ അവർക്ക് ഒരു വരുമാന മാർഗം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെയുള്ളവർ ഏതാനും കാലങ്ങൾ കഴിയുമ്പോഴേക്ക് വീണ്ടും ഗൾഫിലേക്ക് തിരിച്ചു വരുന്നു ജോലി അന്വേഷിച്ചുകൊണ്ട്. പക്ഷേ അവരുടെ പ്രായാധിക്യവും അതുപോലെ തന്നെ അനാരോഗ്യവും ഒന്നും തന്നെ പുതിയ ജോലി ലഭ്യമാകുവാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ യങ് ഏജിൽ വന്നിട്ടുള്ള ധാരാളം ആളുകൾ ഈ പ്രോഗ്രാം കേൾക്കുന്നുണ്ടായിരിക്കും, ദർശിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പ്രായം എത്ര ആയാലും, എത്ര യങ് ഏജിലാണെങ്കിലും ആ സമയത്താണ് നമ്മളുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു ചിട്ടയും മട്ടവും ഉണ്ടാക്കുവാൻ ഏറ്റവും അനുയോജ്യമായ കാലഘട്ടം. അതുകൊണ്ട് ഞാൻ ഇത്രേ പ്രായമായിട്ടുള്ളൂ, ഇപ്പോൾ തന്നെ ഇതെല്ലാം വേണോ എന്ന് ചിന്തിക്കാതെ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായി അതിൽ നിന്ന് ഒരു സംഖ്യ മാറ്റിവെക്കുക എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി ചെയ്യുവാൻ ശീലിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ശീലിച്ചവർക്കെല്ലാം തന്നെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നാട്ടിലേക്ക് തിരിച്ചുപോയി ജീവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത, നമ്മൾ സാധാരണ പറയാറുള്ളത്, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിലെല്ലാം 10% മുതൽ 20% വരെയൊക്കെ റിട്ടേൺ കിട്ടുന്നുണ്ട്. അങ്ങനെ റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്ത പല ആളുകളും, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് 1 കോടിയിൽ കൂടുതലെല്ലാം അസറ്റുണ്ടായി, പോർട്ട്ഫോളിയോ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവരോട് നമ്മൾ പറയാറുള്ളത്, നിങ്ങളൊരു 8% അതിൽ നിന്ന് എടുക്കാൻ, നിഷ്പ്രയാസം എടുക്കാൻ സാധിക്കും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ 1 കോടി ഉറുപ്പിക ഉണ്ടെങ്കിൽ 8 ലക്ഷം ഉറുപ്പിക ഒരു വർഷത്തിൽ അതിൽ നിന്ന് എടുക്കാൻ സാധിക്കും. അത് ആ ഒരു വർഷത്തിൽ നമുക്കുണ്ടാവുന്ന ആ സംഖ്യ, നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്ന സംഖ്യ, നമ്മൾ 12 മാസ ഗഡുവുകളായിട്ട് എടുക്കുമ്പോൾ, അത് SW സിസ്റ്റമാറ്റിക് വിഡ്രോവലായിട്ട് എടുക്കുമ്പോൾ നമുക്ക് അതുകൊണ്ട് സസന്തോഷം ജീവിക്കാനുള്ള പ്രതിമാസ വരുമാനം ഉണ്ടാകും. അപ്പോൾ അതിനുള്ള ഒരു വ്യക്തമായിട്ടുള്ള ധാരണയോടുകൂടി നമ്മൾ നിക്ഷേപം നടത്തി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാൾക്കും നാട്ടിൽ തിരിച്ചു പോയി ബുദ്ധിമുട്ടേണ്ട ഒരവസ്ഥ വിശേഷം ഉണ്ടാവില്ല. എത്രയോ ആളുകൾ നമ്മുടെ പ്രോഗ്രാമിൽ വന്ന് അവരുടെ അനുഭവങ്ങൾ മറ്റുള്ള പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ച അനുഭവം നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ വളരെ ചിട്ടയോടുകൂടി, ദീർഘവീക്ഷണത്തോടുകൂടി നമ്മുടെ ഫ്യൂച്ചറിൽ എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നുള്ളതിനെ പറ്റി വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുക. ആ പ്ലാൻ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ വരുമാനത്തിൽ നിന്ന് നമുക്ക് സാധിക്കുന്ന സംഖ്യ മാറ്റിവെക്കുക. അത് നല്ല റിട്ടേൺ കിട്ടുന്ന മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് ഒരു 10,000 ഉറുപ്പിക, ഏറ്റവും ചുരുങ്ങിയ ഇത് സൗകര്യത്തിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്, ഒരാൾ ഇന്ത്യൻ റുപ്പീസായിട്ടോ അല്ലെങ്കിൽ ദർഹം മാറ്റി വെക്കാൻ പറ്റുന്നത് അങ്ങനെ മാറ്റി വെക്കുന്നത്, എന്തായാലും 10,000 ഉറുപ്പിക മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ 10 വർഷം മാറ്റി വെച്ചാൽ 12 ലക്ഷമാണ് ചെയ്തിട്ടുണ്ടായിരിക്കുക. മുൻകാലങ്ങളിൽ അങ്ങനെ ചെയ്തു തുടങ്ങിയ ആളുകളുടെ പോർട്ട്ഫോളിയോ എടുത്തു നോക്കുമ്പോൾ അവരുടെ പോർട്ട്ഫോളിയോ 25 ലക്ഷം ഉറുപ്പികയിൽ കൂടുതലായിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയത്ത് 20 വർഷം മുമ്പ് അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകൾക്ക് പ്രതിമാസം 10,000 ചെയ്തതെങ്കിൽ അവർക്ക് 24 ലക്ഷം ഉറുപ്പിക 20 വർഷം കൊണ്ട് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് 10 വർഷം കൊണ്ടുള്ളതിൻ്റെ 4 ഇരട്ടി ആയിട്ടുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 1 കോടി ഉറുപ്പിക ആയിട്ടുള്ളത് കാണാൻ സാധിക്കുന്നു.
30 വർഷം ചെയ്തവർക്ക് 360 മാസം കൊണ്ട് 36 ലക്ഷം ഉറുപ്പിക ചെയ്യാൻ സാധിച്ചത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അവർക്ക് 20 വർഷമായപ്പോൾ 10 വർഷത്തിൻ്റെ 4 ഇരട്ടിയാണെങ്കിൽ 30 വർഷം ചെയ്യുമ്പോൾ ഏകദേശം 10 ഇരട്ടിയോളം ഉണ്ടായിട്ടുള്ളതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് കോമ്പൗണ്ടിങ് എന്നുള്ള ഒരു ഫാക്ടർ കൊണ്ടാണ് ഇത്രയും വലിയ വർധനവ് നമുക്കുണ്ടാവുന്നത്. നിക്ഷേപം നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എമൗണ്ടിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് കാലഘട്ടത്തെയാണ്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ നിന്ന് തന്നെ 10 വർഷത്തിൻ്റെ എത്രയോ മടങ്ങാണ് 20 വർഷമായപ്പോൾ, അതിൻ്റെ എത്രയോ കൂടുതൽ മടങ്ങാണ് 30 വർഷമായപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത്. അത് സംഭവിക്കുന്നത് ഈ കോമ്പൗണ്ടിങ് കൊണ്ടുണ്ടാവുന്ന അത്ഭുതം കൊണ്ടാണ്. ഐൻസ്റ്റീൻ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് ലോകത്തിലെ 8ാമത്തെ അത്ഭുതമാണ് എന്നാണ്. അതുകൊണ്ട് ഓരോ വ്യക്തിയും ആ കോമ്പൗണ്ടിങ് കൊണ്ടുണ്ടാവുന്ന ബെനിഫിറ്റ് അനുഭവിക്കണമെങ്കിൽ നമ്മുടെ പണം മാറ്റിവെച്ചാൽ മാത്രം പോരാ. ആ മാറ്റിവെക്കപ്പെട്ട പണം നമ്മൾ പ്രതിമാസമായിട്ട് ഏറ്റവും നല്ല മ്യൂച്വൽ ഫണ്ടുകളിൽ മറ്റും നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുക. എന്നതുപോലെ തന്നെ സ്വർണത്തിൽ നിക്ഷേപിക്കാം. ETF, പലതരത്തിലുള്ള ETF എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഗോൾഡായിട്ട് നമുക്ക് നിക്ഷേപം നടത്തുക. ഏത് സംഖ്യ കൊണ്ടും നമുക്ക് നിക്ഷേപിക്കാം. വെള്ളിയിൽ നിക്ഷേപിക്കാം. അങ്ങനെ അപ്പോൾ നമുക്ക് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള പ്രൈസ് ഇൻക്രീസാണ് ഗോൾഡിൽ കണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള നിക്ഷേപങ്ങൾ നടത്തി ഗോൾഡിലോ വെള്ളിയിലോ നിക്ഷേപം നടത്തുമ്പോൾ ETF ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള വളർച്ച ഈ ഗോൾഡിന് ഉണ്ടായ ഈ സന്ദർഭത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ ഒരു കസ്റ്റമർ ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് നിപ്പോൺ ഗോൾഡ് ETF നിക്ഷേപം നടത്തിയിരുന്നു. അപ്പോൾ ഏകദേശം ഒരു വർഷം കൊണ്ട് ഒരു 100% അപ്രീസിയേഷൻ ഉണ്ടായിട്ടുള്ളത് കാണുവാൻ സാധിച്ചു. അപ്പോൾ ഇതെല്ലാം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന റിസൾട്ടുകളാണ്. അതെല്ലാം പരീക്ഷിച്ച് നോക്കാനുള്ള അവസരം നമുക്കുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കൃത്യമായി നിക്ഷേപം നടത്തുകയും അതുവഴി നമ്മുടെ ഫ്യൂച്ചർ വളരെ സോളിഡാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും പറയാനുള്ളത്. അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന സാഹചര്യത്തിൽ സസന്തോഷം ജീവിക്കാനുള്ള സാഹചര്യം നമ്മളാൽ നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കുക എന്നുള്ള കാര്യത്തിൽ ഊന്നൽ നൽകാൻ വേണ്ടി അപേക്ഷിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. അങ്ങനെ ചെയ്യുമ്പോൾ ഇന്ന് പവൻ്റെ വില 10,180, ഗ്രാമിന് 12,725 എന്ന് പറയുമ്പോൾ 79-ൽ 1000 10 ഗ്രാം ഗോൾഡിൻ്റെ വില. അതാണ് ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞത്. 1 ലക്ഷം കടന്നിരിക്കുന്നു. 1,20,000 കടന്നിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ കൂടെ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളാണ്. ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താമായിരുന്നു. അത് ഉപയോഗപ്പെടുത്താതെ എനിക്ക് ചാൻസ് നഷ്ടപ്പെട്ടാലും ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഇനിയും അവസരങ്ങളുണ്ട്. അത് മ്യൂച്വൽ ഫണ്ടിലാവട്ടെ, ഓഹരിയിലാവട്ടെ, ഗോൾഡിലാവട്ടെ, എല്ലാറ്റിലും അവസരങ്ങളുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക, ദുഃഖിക്കാൻ ഇടവരുത്താതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മുടെ ഓഫീസ് നമ്പർ സ്ക്രീനിൽ കാണിക്കും. ആ ഓഫീസ് നമ്പറിൽ ബന്ധപ്പെടുക. എൻ്റെ നമ്പറിൽ മൊബൈൽ നമ്പർ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, എല്ലാ മീഡിയയിൽ കൂടെയും അനൗൺസ് ചെയ്യുന്ന ഒരു നമ്പറാണ് എൻ്റെ മൊബൈൽ നമ്പർ. അപ്പോൾ എത്രമാത്രം കോളുകൾ വരുവാൻ സാധ്യത ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അന്വേഷിക്കണമെങ്കിൽ എനിക്ക് വിനീതമായി അപേക്ഷിക്കാനുള്ളത്, നിങ്ങൾ മെസ്സേജായിട്ട്, ടെക്സ്റ്റ് മെസ്സേജായിട്ടോ വോയിസ് മെസ്സേജായിട്ടോ അയക്കുക. അപ്പോൾ ഞാനത് സൗകര്യപൂർവ്വം കേട്ട് അതിന് മറുപടി അയക്കുന്നതായിരിക്കും. അങ്ങനെ ഓഫീസ് നമ്പറുകളും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ ഓഫീസ് നമ്പറുകളിലും ബന്ധപ്പെടാം. അങ്ങനെ ബന്ധപ്പെടുക വഴി നിങ്ങൾക്ക് ഉള്ള എല്ലാ സംശയങ്ങൾക്കും
നിവാരണം ലഭിക്കും, എല്ലാ ഉപദേശ നിർദ്ദേശങ്ങൾ ലഭിക്കും. എല്ലാവർക്കും ഏറ്റവും ക്ഷേമവിശ്വര്യത്തോടു കൂടിയ ഒരു പുതുവത്സരം ഉണ്ടാവട്ടെ എന്ന് വീണ്ടും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പക്ഷേ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ നമ്മുടെ സമ്പാദ്യത്തിന് വേണ്ടിയിട്ട് ഒരു പുതിയ വഴി കൂടി തുറന്നിട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ ഒരു സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അത് അടുത്ത ആഴ്ചത്തേക്കുള്ളൊരു തുടർച്ച കൂടിയാണ്. അടുത്ത ആഴ്ച അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം എന്തായാലും ഉണ്ടാകും. എന്തായാലും ജോലി ചെയ്യുക, സമ്പാദിക്കുക എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ ഒരു സന്തോഷകരമായിട്ടുള്ള, ആശ്വാസകരമായിട്ടുള്ള, സമാധാനപരമായിട്ടുള്ളൊരു വിശ്രമ ജീവിതത്തെ കൂടി നമ്മൾ കരുതുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ നിലയ്ക്കുള്ള ഒരു നടപടികളാണ് നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടത് എന്നത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ ആ നമ്പറുകൾ ഒരിക്കൽ കൂടി കാണും. ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാനുള്ള ആളുകൾക്ക് കൃത്യമായി മൊബൈൽ നമ്പർ 0506467801 എന്ന നമ്പർ, ഒപ്പം തന്നെ ദുബായിലെ 0435559000 എന്നുള്ള നമ്പർ, അബുദാബിയിലാണെങ്കിൽ 0264415555 എന്ന നമ്പർ, ഷാർജയിൽ 0657325555, ഒപ്പം തന്നെ kvshams@gmail.com എന്നുള്ള ഇമെയിലിലൂടെയും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ, നിരവധിയായിട്ടുള്ള ഇത്തരത്തിൽ സംഭവങ്ങൾക്ക് ഈ വിഷയങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ക്ലാരിറ്റി വേണമെങ്കിൽ അതിന് ഒക്കെ തന്നെയും സമീപിക്കാൻ കഴിയുന്നതാണ്. കൃത്യമായ രീതിയിൽ നമ്മുടെ ഒരു അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു സാമ്പത്തിക അച്ചടക്കം ജീവിതത്തിൻ്റെ ഒരു ചര്യ പോലെ തന്നെ, ഒരു ദിനചര്യ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുക കൂടി ചെയ്യുകയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.